കോയമ്പത്തൂർ സുലൂരിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വെറും 18 ദിവസങ്ങൾക്കുള്ളിലാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ തെളിവുകളും അവർക്ക് കളക്ട് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞല്ലോ. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? വിജയുടെ നേതൃത്വത്തിലുള്ള TVK മുന്നണി തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന കുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു അതിക്രമമാണ് കോയമ്പത്തൂരിൽ സുലൂരിൽ കണ്ണമ്പാളയത്ത് 10 വയസ്സുകാരിയായ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവം. സംസ്ഥാനമാസകലം അല്ലെങ്കിൽ രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അതിൻ്റെ കാരണം ഈ കേസിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് കോയമ്പത്തൂർ വെസ്റ്റ് സോൺ IG ആയിട്ടുള്ള രമ്യ ഭാരതി, ഇവരുടെ നേതൃത്വത്തിൽ മീഡിയസിനൊരു ബ്രീഫ് കൊടുക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു കളിച്ചുകൊണ്ട് ഒരു 10 വയസ്സുകാരി കൊല്ലപ്പെട്ടൊരു കേസാണ് എന്നുള്ള ഒരു ഗൗരവമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മാധ്യമങ്ങളോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രവൃത്തി രാജ്യമാസകലം എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ മുഖ്യമന്ത്രി വിജയ് തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു. എക്സിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വരുന്നു. അതിനുശേഷം ഈ കേസ് അന്വേഷണം ഫാസ്റ്റ് ട്രാക്ക് വേഗതയിൽ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നതിൽ പിന്നെ അതിവേഗതയിൽ, കാരണം ഈ ഒരു കുറ്റകൃത്യം നടന്ന് 12 മണിക്കൂറിനുള്ളിലും 24 മണിക്കൂറിനുള്ളിലുമൊക്കെ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യങ്ങളുണ്ട്. രാജസ്ഥാനിലും മുംബൈയിലുമൊക്കെ അത്ര പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോക്സോ കുറ്റകൃത്യത്തിൽ, ഒരു കൊലപാതക കേസിൽ ഇത്ര പെട്ടെന്ന് 819 പേജുള്ളൊരു കുറ്റപത്രം, 115ഓളം സാക്ഷികൾ, 250ഓളം ഡോക്യുമെൻറ്റ്സ്, ഇവയെല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇത്ര 819 പേജുള്ള ഒരു കുറ്റപത്രം ഈ സംഭവം നടന്ന് 18 ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിക്കാൻ സാധിച്ചത് തമിഴ്നാട് പോലീസിൻ്റെ ഒരു മികവിൻ്റെ ഉദാഹരണം കൂടിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഈ വിഷയത്തിലെടുത്ത ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. കാരണം അദ്ദേഹം അധികാരത്തിലേക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തമിഴ്നാടിനുണ്ടായ ഒരു മാറ്റം വളരെ വലുതാണ്. അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം സിംഗപ്പെണ്ണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 354 കോടി രൂപ ചെലവിൽ സിംഗപ്പെണ്ണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട് കമാൻഡിംഗ് പവറുള്ള ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കുന്നു. അതിന് അത്യാധുനിക വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം, അങ്ങനെ സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സേനാ വിഭാഗം അവിടെ രൂപീകരിക്കുന്നു. അതിനുശേഷം ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് 2026 മെയ് 21 തീയതി കോയമ്പത്തൂർ ജില്ലയിലെ സുലൂരിൽ കണ്ണമ്പാളയത്ത് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിലേക്ക് പോയ 10 വയസ്സുകാരിയായ ബാലികയെ ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കാർത്തിക് എന്ന് പറയുന്നൊരു വ്യക്തി, നാഗപട്ടണം സ്വദേശിയാണ്, സുലൂരിൽ സ്ഥിരതാമസമാക്കിയ കാർത്തിക് വിളിച്ചുകൊണ്ടുപോകുന്നു. അവിടെ പള്ളപ്പാളയത്തെ ഒരു തെങ്ങിൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ കേസിൽ 24 മണിക്കൂറിനുള്ളിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. അത് മെയ് 21 ഈ സംഭവം നടക്കുന്നു. മെയ് 22 തീയതി അർദ്ധരാത്രിയിൽ തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് ഇയാൾ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് എത്തുന്ന ഇയാൾ അവിടെ നിന്ന് പോലീസിനെ കണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള വ്യഗ്രതയിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുന്നു. അങ്ങനെ താഴേക്ക് ചാടുന്ന ഇയാളെ വളരെ അധികം പരിക്കുകളോടെയാണ് പോലീസ് കണ്ടെടുക്കുന്നത്. അത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഒരുപക്ഷേ പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ക്രൈമുകളിൽ ഏർപ്പെടുന്നവരെ പോലീസ് ഒന്ന് കൈകാര്യം ചെയ്യും. അതിനുശേഷമേ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളൊക്കെ ഒരുപക്ഷെ തട്ടിത്തടഞ്ഞ് വീണപ്പോൾ അല്ലെങ്കിൽ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ പരിക്കുകളാണെന്ന് പറയും. പക്ഷേ ഇക്കാര്യത്തിൽ ബിൽഡിങ്ങിൽ നിന്ന് ചാടി എന്നൊരു വിശദീകരണമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഇയാളെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ് ഇയാളെ അടച്ചത്. അതിനുശേഷം ഈ കഴിഞ്ഞ ജൂൺ 9 തീയതി ഈ സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഈ തടവുകാർ ഇയാളെ ഒന്ന് നന്നായിട്ട് പെരുമാറി, സഹതടവുകാർ. കാരണം ഈ കേരളത്തിലും ഇത്തരത്തിലുള്ള പോക്സോ അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ കുറ്റകൃത്യം ചെയ്തു വരുന്ന ആളുകളെ ഈ ജയിലുകളിൽ തടവ് പുള്ളികൾ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നൊരു രീതി നമുക്കിടയിൽ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു. ഇക്കഴിഞ്ഞ ജൂൺ 9 തീയതി കണ്ണമ്പാളയത്ത് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ ക്രൂരമായിട്ട് ഈ ജയിലിലെ സഹതടവുകാർ ആക്രമിക്കുന്നു. ഇയാളെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെയാണ് ഈ കോയമ്പത്തൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് ഇതിൽ 2 പ്രതികളാണുള്ളത്. കാർത്തി, മോഹൻ, ഇവർ രണ്ടുപേരും നാഗപട്ടണം സ്വദേശികളാണ്. കാർത്തിയാണ് ഈ സംഭവത്തിൽ, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ. പോലീസിനെ
തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇയാൾ കണ്ട കാര്യം ആരോടും പറഞ്ഞില്ല എന്നൊരു തെറ്റിലാണ് ഈ കാർത്തിക് ഈ കുറ്റകൃത്യത്തിൽ പ്രേരണയായി അല്ലെങ്കിൽ കൂട്ടുനിന്നു എന്ന കുറ്റത്തിലാണ് ഈ മോഹനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരെയും ഇപ്പോൾ ജയിലിലാണ്. അതിൽ തന്നെയാണ് ഈ 18 ദിവസങ്ങൾക്കുള്ളിൽ ഫാസ്റ്റ് ട്രാക്ക് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് തമിഴ്നാടിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് TVK അല്ലെങ്കിൽ വിജയുടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ തമിഴ്നാട് എത്രയധികം പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് മാത്രം നോക്കിയാൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഒരു മാസത്തിനിടെ തന്നെ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം തമിഴ്നാട്ടിന് സാധ്യമാകുന്നു. അവിടെ ഹുണ്ടായുടെ ഒരു പോർട്ട് തൂത്തുക്കുടിയിൽ, അതുമായി ബന്ധപ്പെട്ട കരാർ സൗത്ത് കൊറിയയിൽ പോയി തമിഴ്നാട് വ്യവസായ മന്ത്രി ഒപ്പിടുന്നു. 2027 മുതൽ അവിടെ തദ്ദേശീയരായി അവിടെ പോളിടെക്നിക്കിലും ITIയിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരെ കൂടി ജോലിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ വ്യവസായ സംരംഭങ്ങളുടെ തുടക്കം കുറിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ തമിഴ്നാട്ടിൽ സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് ടെലിവിഷനും കുട്ടികൾക്ക് ലാപ്ടോപ്പും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ബാഗും ഒക്കെ വിതരണം ചെയ്യുന്നൊരു പടിയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ പറ്റാത്ത, പണമൊക്കെ കൊടുക്കുന്നുണ്ടാകാം, പക്ഷേ അതിനുമപ്പുറം വോട്ടിനായിട്ട് സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അധികാരത്തിലെത്തി ഒരു മാസം കൊണ്ട് സാധാരണഗതിയിൽ തമിഴ്നാട്ടിലൊരു വീട്ടിലേക്ക് ഒരു കുട്ടിക്കൊരു ബാഗ് കൊടുത്താൽ അതിൽ ജയലളിത ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയലളിതയുടെ ചിത്രം വലിയ രീതിയിൽ പതിക്കുന്നു, സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാലിൻ്റെ പടം വലിയ രീതിയിൽ പതിക്കുന്നു. അത് അവരുടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ വിജയ് അധികാരത്തിലെത്തി TVK അധികാരത്തിലെത്തിയതിനു ശേഷം സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളിലെ മെട്രിക്കുലേഷൻ ഫീസ് ഒഴിവാക്കുന്നു, സ്കൂൾ കുട്ടികൾക്ക് ബാഗ് വിതരണം ചെയ്യുന്നു. ഇതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിജയുടെ ഒരു ചിത്രം പോലുമില്ലാതെ TVKയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പരാമർശം പോലുമില്ലാതെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കാൻ തമിഴ്നാട് സർക്കാർ അല്ലെങ്കിൽ ഈ എലക്ഷൻ ജയിച്ച് അധികാരത്തിലെത്തി വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഫ്രീ ബീസ് വിതരണം ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുള്ളത്. പക്ഷേ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അഴിമതി വിരുദ്ധമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു നേതൃത്വം തമിഴ്നാട്ടിൽ ലഭിച്ചു എന്നത് തമിഴ്നാട്ടിലെ ജനതയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ദിവസം വിജയുടെ തമിഴ്നാട് ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് വിമാന ടിക്കറ്റും അല്ലെങ്കിൽ യാത്രാ ചിലവും അദ്ദേഹത്തിനൊപ്പമുള്ള അനുഗമിക്കുന്ന ആളുകളുടെയൊക്കെ ചിലവ് സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടതെന്നിരിക്കെ അങ്ങനെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് സ്വന്തം നിലയ്ക്കെടുത്ത് സ്വന്തം ചെലവിലെടുത്ത് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച ചെയ്തു വരുമ്പോൾ അവിടെ അദ്ദേഹം നൽകുന്നത് അഴിമതി വിരുദ്ധ ഒരു സന്ദേശം മാത്രമല്ല. തമിഴ്നാട്ടിൽ താൻ നേടാനുള്ളതൊക്കെ തൻ്റെ കരിയറിൽ നിന്ന് നേടിയതിനു ശേഷമാണ് താനൊരു പൊതുജന സേവനത്തിന് ഇറങ്ങുന്നത്. അതിനപ്പുറം രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഖജനാവിൽ നിന്നുള്ള ചില്ലിപ്പൈസ പോലും തനിക്ക് വേണ്ട എന്നൊരു സന്ദേശം നൽകുമ്പോൾ തമിഴ്നാട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു രാഷ്ട്രീയ കൾച്ചറിന് കൂടിയാണ് വിജയ് അവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മളൊക്കെ കണ്ട് ശീലിച്ച നേതാക്കൾ, അതായത് മുള വാങ്ങാൻ പോയി മുള കിട്ടിയില്ല, ചിലവ് 10,000 അങ്ങനെ പറയുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ നിന്ന് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി സ്വന്തം താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് വിജയ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. അത് അഭിനന്ദനാർഹമാണ്. ഇതേപോലെ തന്നെ ഈ 18 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുൻപ് 2026 മാർച്ച് മാസം തൂത്തുക്കുടി ബിലാത്തിക്കുളത്ത് ഒരു 10ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപാതകം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഏതാനും 90 ദിവസം എന്ന സാങ്കേതികത്വത്തിനപ്പുറത്തേക്ക് 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ